ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സേഫായിട്ട് തന്നെ ഇരിക്കുന്നു. നമ്മുടെ വീടിനുള്ളിൽ എപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ല് വേണമെന്നോ, നല്ല ഡോറൊക്കെ തുറന്ന് വരുമ്പോൾ നല്ല സ്മെല്ല് കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് രൂപ മുടക്കി റൂം സ്പ്രേയും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. എന്നാലും അതൊരു 10 മിനിറ്റിക്കുള്ളിൽ അതിൻ്റെ സ്മെല്ല് നിൽക്കുകയില്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഒട്ടും പൈസയില്ലാതെ ചെയ്യാൻ പറ്റിയൊരു ടിപ്സ് ഞാൻ കാണിച്ചു തരാം. അതിന് ഇതുപോലൊരു ബോട്ടിൽ എടുക്കണേ. അപ്പോൾ അതിലേക്ക് കല്ലുപ്പ്, ഉപ്പില്ലാത്ത വീട്ടിലെ എല്ലാ വീടും ഉപ്പ് യൂസ് ചെയ്യുന്നത്, കല്ലുപ്പായാലും പൊടിയുപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ കല്ലുപ്പ് ഒന്നും കൂടെ എഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ കല്ലുപ്പ് നമുക്ക് ആ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരമാണ്. അപ്പം ഇത് ഒരു പാക്കറ്റിന് 10 രൂപയുള്ള 10 രൂപയുടെ ഒരു പാക്കറ്റിനകത്ത് 10 പീസ് കർപ്പൂരം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 10 പീസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു 2 പീസ് മാത്രം മതി. ഇതിപ്പോൾ നിസ്സാര വിലയുള്ളൂ കർപ്പൂരത്തിന്. അപ്പോൾ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളും നിങ്ങൾക്കറിയാമല്ലോ, കർപ്പൂരം കത്തിച്ച് വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ 2 പീസ് കർപ്പൂരം എടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കർപ്പൂരം പൊടിച്ചതും കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കംഫർട്ടാണ്. കംഫർട്ട് ഇപ്പം ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല, നീലയോ ബ്ലാക്കോ പച്ചയോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ പിങ്കാണ് കിട്ടിയിരിക്കുന്നത്. ഇതും നല്ല സ്മെല്ലുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല, അതിൻ്റെ അടപ്പിൽ ഒരു പകുതിയോളം ഒഴിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കംഫർട്ട് ഇല്ലെങ്കിൽ ഷാമ്പുവോ അല്ലെങ്കിൽ ബോഡി വാഷോ, എന്തായാലും നല്ല സ്മെല്ലുള്ള എന്ത് സാധനമായാലും ഓക്കെയാണ്. അപ്പോൾ കംഫോർട്ടും അത്യാവശ്യം നല്ല സ്മെല്ല് നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാനിവിടെ കംഫോർട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ബോട്ടിലൊന്ന് അടച്ച് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബോട്ടിലിൻ്റെ അടപ്പിൽ നമ്മളൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണേ. ഞാനിവിടെ ഒരു 3 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിലേ ഉള്ളൂ നമുക്ക് ആ സ്മെല്ല് പുറത്തേക്ക് വരത്തുള്ളൂ. ഈ ഒരു ഐറ്റം നമുക്ക് എവിടെ വേണേലും വീടിനുള്ളിൽ കൊണ്ടുവെക്കാം. ഹാളിലോ കിച്ചണിലോ ബെഡ്റൂമിലോ എവിടെ വെച്ചാലും വീടിനുള്ളിൽ നല്ലപോലെ അതിൻ്റെ സ്മെല്ല് നിൽക്കും. ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഒരു 2 മാസത്തോളം, ഏറ്റവും കുറഞ്ഞൊരു 1.5 മാസം മസ്റ്റായിട്ട് നമുക്കിതിൻ്റെ സ്മെല്ല് കിട്ടുവേ. നമുക്കറിയാം, റൂം സ്പ്രേ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് 250, 300ഒക്കെയാണ്. ആ റേറ്റിൽ അത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്പ്രേ ഉപയോഗിക്കുമ്പോൾ, അതായത് സ്പ്രേ അടിക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ല് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ആ സ്മെല്ല് അങ്ങ് പോകും. പക്ഷേ ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് മൊത്തം എപ്പോഴും നല്ല സുഗന്ധം പരത്തും. നമുക്കത് എവിടെയാണെങ്കിലും സൂക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നിസ്സാര ചിലവേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഉപ്പും കംഫർട്ടും എല്ലാ വീട്ടിലും ഉള്ള സാധനമാണ്. പിന്നെ നമ്മൾ മേടിച്ചെന്ന് വെച്ചാൽ കർപ്പൂരം മാത്രമേ ഉള്ളൂ. നിസ്സാര ചിലവിലാണ് ഈ ഒരു ഹോം മെയ്ഡ് റൂം ഫ്രഷ് എന്ന് വേണമെങ്കിൽ പറയാം ഇതുണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇത് ഓരോ ദിവസവും ഓരോ ഭാഗത്തും കൊണ്ടുവെക്കാം. ഞാനിപ്പോൾ ഇതിന്ന് കിച്ചണിൽ ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്, ആ ഒരു ഗ്ലാസിൻ്റെ മേളിലാണ് വെച്ചിരിക്കുന്നത്. നാളെ ഇപ്പോൾ ഇത് ഹോളിൽ കൊണ്ടുവെക്കാം, പിന്നെ റൂമിൽ കൊണ്ടുവെക്കാം. നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം. എവിടെ വെച്ചാലും വീട് മൊത്തം സ്മെല്ല് കിട്ടും. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ.